ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. CA രാജീവ് അവസാനമായി കണ്ടത് നിങ്ങളെ. എന്തിനായിരുന്നു അദ്ദേഹം നിങ്ങളെ കാണാൻ വന്നത്? അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള സത്യമാ. ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാ CA രാജീവിനെ പരിചയം. പിന്നീട് അദ്ദേഹം എന്റെ സുഹൃത്തായിട്ട് മാറി. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നു. അന്ന് വന്നതും ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പോ ഷെയറോ എന്തെങ്കിലും രാജീവിനുണ്ടായിരുന്നോ? മാഡം എന്തായി പറയുന്നേ? എന്റെ ബിസിനസ്സിൽ രാജീവിന് പാർട്ട്ണർഷിപ്പോ? ഒരിക്കലും ഇല്ല. മാഡം, രാജീവിന്റെ അപകടം അറിഞ്ഞ് ഞാൻ ആകെ വിഷമത്തില. ദയവേത് എന്നോട് ഇങ്ങനൊന്നും ചോദിക്കരുത്. എന്ത് ചോദിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച കേസാണിത്. അയാളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ. രാജീവിന് അപകടം പറ്റിയത് നിങ്ങൾ എപ്പോഴാ അറിഞ്ഞത്? ഇന്നലെ രാവിലെ. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അറിഞ്ഞത്. എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയോ? ഇല്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ആരെയാ വിളിച്ച് അന്വേഷിച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യയാണോ? അല്ല, ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചത്. ഓ, അങ്ങനെ. ഇത്രയ്ക്ക് അടുത്ത സുഹൃത്തായിരുന്നിട്ടും രാജീവിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടും ഇതുവരെ നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയില്ല. വൈ? മാഡം, ഞാനും ആ ഷോക്കിലാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ഒന്ന് കാണാൻ പോലും കഴിയില്ല. രാജീവുമായി പരിചയമുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടോ ആ കുടുംബമായിട്ടോ എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് ബോധം വരുമ്പോ പോയി കാണാനിരിക്കുക ഞാൻ. അപ്പോ നിങ്ങളും അദ്ദേഹം തമ്മില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഉറപ്പല്ലേ? ഷോ മാം. തനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് രാജീവ് എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇടയ്ക്കാരോ ക്വാർട്ടേഴ്സിൽ കയറി അദ്ദേഹത്തിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഓർമ്മ വന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇതൊരു ഫസ്റ്റ് റൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യൽ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും വരും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കുക. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ മാം. സ്കൂളിൽ വെച്ച് നിങ്ങളുടെ തോക്ക് പൊട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു. അത് സത്യമാണോ? ശരിയാണ് മാഡം, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തോക്ക് ആരുടെ കസ്റ്റഡിയിലായിരുന്നു? പോലീസ് കസ്റ്റഡിയിലാ. ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ അതും അന്വേഷിക്കണമല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാഡം. ഇനിയും ചിലപ്പോ നമ്മൾ ഇതുപോലെ മുഖാമുഖം കണ്ടെന്നു വരും. ആ സമയത്ത് ഇപ്പൊ പറഞ്ഞൊന്നും മാറ്റി പറയേണ്ട ഇടവരരുത്. അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് ഒട്ടും നന്നായിരിക്കില്ല. മൈൻഡ് ഇറ്റ്.